ചരിത്രം പറഞ്ഞിരിക്കുകയാണ്. കൽപ്പറ്റ നഗരസഭയിൽ ആദ്യമായി BJP 2 സ്ഥാനാർത്ഥികൾ അവിടെ വിജയിക്കുന്നു. തൃശൂർ പൂങ്കുന്നത്ത് NDAയുടെ ലീഡ് 180 കടന്നിരിക്കുകയാണ്. സാനു കെ സജീവ് തൃശ്ശൂരിലെ വിവരങ്ങളുമായി ചേരുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ BJPയുടെ ഒരു മുന്നേറ്റം ആദ്യഘട്ടത്തിൽ സാനു കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജില്ലയുടെ മറ്റ് സാഹചര്യം എന്താണ്? കാരണം ഈ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നഗരസഭകളിൽ ഒന്ന് കൊടുങ്ങല്ലൂരാണ്. കഴിഞ്ഞ തവണ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ BJPക്ക് ഭരണം നഷ്ടപ്പെട്ട നഗരസഭയാണ്. മുഖ്യപ്രതിപക്ഷമായി അവിടെ പ്രവർത്തിച്ചിരുന്നു. അതിനാൽ തൃശ്ശൂർ കോർപ്പറേഷനിലും കൊടുങ്ങല്ലൂരിലും എന്താണ് സംഭവിക്കുന്നത് സാനു? ഗൗതം, എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷനിൽ തുടക്കത്തിൽ തന്നെ പൂങ്കുന്നം ഡിവിഷനിൽ 180-ലധികം വോട്ടുകളുടെ ലീഡാണ് ഇപ്പോൾ രഘുനാഥ് സി മേനോനുള്ളത്. അതേപോലെ തന്നെ 6 സീറ്റുകളിൽ നിലവിൽ BJP ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ ലീഡ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയിലും BJP ആദ്യഘട്ടത്തിൽ തന്നെ ലീഡ് പിടിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പഞ്ചായത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ അവണിശ്ശേരി പഞ്ചായത്തിൽ നിലവിൽ NDA ലീഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ മറ്റെല്ലാ ഇപ്പോൾ പാട്രായ്ക്കൽ ഡിവിഷൻ, തൃശ്ശൂർ കോർപ്പറേഷനിലെ പാട്രായ്ക്കൽ ഡിവിഷനിൽ NDAയുടെ ലീഡ് 300 ഉയർത്തിയിരിക്കുകയാണ്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ NDA അവിടെ ലീഡ് പിടിച്ചിരുന്നു, അതിപ്പോൾ 300 ഉയർത്തിയിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 NDA ലീഡ് ചെയ്യുകയാണ്. ഇതിനു മുൻപ് അതായത് 56 ഡിവിഷനുകളുള്ള തൃശ്ശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ നമുക്ക് 6 സീറ്റാണ് NDAക്ക് 6 സീറ്റാണ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ തന്നെ അത് പിന്നിടുന്ന അതിലെ മറികടന്ന് പോകുന്ന കണക്കുകളിലേക്കാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന എല്ലാ ഡിവിഷനുകളിലും വലിയ രീതിയിൽ ലീഡ് ഉയർത്തുന്നു. 180 വോട്ടിന്റെ. എനിക്ക് തോന്നുന്നു നിലമ്പൂർ മുനിസിപ്പാലിറ്റി BJP സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്. നിലമ്പൂർ നഗരസഭയിൽ 1ാം ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥി MK വിജയനാരായണൻ 19 വോട്ടിനാണ് പക്ഷെ വിജയിച്ചു. അത് വലിയ കാര്യമാണ്. ഞാൻ പറയുന്നത് കൽപ്പറ്റ, നിലമ്പൂർ ഈ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ, അവിടെയൊക്കെ BJPക്ക് വലിയ രീതിയിൽ സാന്നിധ്യം ഉണ്ടാക്കാൻ കഴിയുന്നു. അത് മാറ്റത്തിന്റെ ഒരു സൂചനയെ കാണാൻ പറ്റില്ല. മാത്രമല്ല ജനസംഘത്തിനൊക്കെ വലിയ സ്വാധീനം ഒരു കാലത്ത് ഉണ്ടായിരുന്ന ആ സ്ഥലം കൂടിയാണ് നിലമ്പൂർ. തിരുനെല്ലി പഞ്ചായത്ത് 1ാം വാർഡ് OR കേളുവിന്റെ മന്ത്രി കൂടിയായ OR കേളുവിന്റെ പഞ്ചായത്തിൽ 1ാം വാർഡ് BJPക്ക് ലഭിച്ചു എന്നാണ് എനിക്കൊന്ന് ഫോക്കസ് വയനാട്ടിലേക്ക് പോവുകയാണ്. അതെ തീർച്ചയായിട്ടും. പത്തനംതിട്ട നഗരസഭയിൽ UDF എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ നിമിഷം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. കോഴിക്കോട് വർഷക്കാലം SDPIയും പിന്തുണയിൽ LDF ഭരിച്ച വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റുണ്ട് കോഴിക്കോട്. UDFിന് പിന്തുണ നേരത്തെ ഗൗതം പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അത് കൃത്യമായി തന്നെ വ്യക്തമാണ്. നമുക്ക് നേരെ തൊടുപുഴയിലേക്കൊന്ന് പോകാം. അവിടെ ചില അപ്ഡേറ്റ്സ് സുബിൻ നൽകുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി ജിതേഷ് ഇഞ്ചക്കാട് 152 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊടുപുഴ ഇടുക്കി ജില്ലയിൽ BJP ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു നഗരസഭയാണ്. അനിൽ അക്കരെ തെരഞ്ഞെടുപ്പ് നേരിടുന്ന അറിയാലോ, അതായത് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ കച്ച കിട്ടി ഇറങ്ങിയ അനിൽ അക്കരെ അവിടെ വലിയ പ്രശ്നമാണ്. തൃശ്ശൂർ അടാട്ട് LDFന്റെ ആധിപത്യമാണ്. അദ്ദേഹം ഒരു തവണ രാഷ്ട്രീയം ഉപേക്ഷിച്ച ആളാണ്, ഇനി മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് വാടി മത്സരിച്ചതെന്ന് മനസ്സിലാവില്ല. അടാട്ട് പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാണ്. എന്തായാലും അത് കിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം ചോദിക്കാം. ഒപ്പം നമ്മൾ തൊടുപുഴയിലെ കാര്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ BJP 4 വാർഡുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ജിതേഷ് ഇഞ്ചക്കാട് 152 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതായി സുബിൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ശിവദാസ് കന്മനം കോഴിക്കോടിന്റെ റിപ്പോർട്ട് നൽകാൻ തയ്യാറാണ്. ശിവദാസ്, കോഴിക്കോട് കോർപ്പറേഷനിൽ 5 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം അവിടെ LDFന്റെ ഒരു മുന്നേറ്റമാണോ ഈ ഘട്ടത്തിൽ ഉള്ളത്? ഒപ്പം തൃപ്പൂണിത്തറ വലിയതറ വാർഡിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്. ശിവദാസ് പറയൂ. ഗൗതം, കോഴിക്കോട് കോർപ്പറേഷനിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ 5 സീറ്റുകളിൽ NDA മുന്നിട്ട് നിൽക്കുന്ന ഒരു വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. കൃത്യമായൊരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ലീഡ് നിലയാണ് ഇപ്പോൾ ഉള്ളത്. 5 സീറ്റുകളിൽ കോർപ്പറേഷനിൽ ഇപ്പോൾ NDA മുന്നിട്ട് നിൽക്കുന്നു. അതോടൊപ്പം 7 സീറ്റുകളിൽ ഇപ്പോൾ 2ാം സ്ഥാനത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇതിന്റെ കൃത്യമായ കണക്കുകൾ വരുന്നുണ്ട്. അതോടൊപ്പം LDF ആണ് ഇപ്പോൾ നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത്. 10 സീറ്റുകളിലോളം LDF ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട്. അതോടൊപ്പം തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലയുമായി NDA ഒരു സാന്നിധ്യം ചില അട്ടിമറികൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. പാലക്കാട് നഗരസഭയിൽ ശിവദാസ് ഒരു നിമിഷം പെട്ടെന്ന് തിരിച്ചെത്താം. പാലക്കാട് നഗരസഭ 29ാം വാർഡ്, അവിടെ UDFിൽ നിന്ന് LDF വാർഡ് പിടിച്ചെടുത്തിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി പ്രേമ വിജയിച്ചതായാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഒപ്പം തൃപ്പൂണിത്തറയിൽ 2 വിജയങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് രണ്ടും കണ്ണംകുളങ്ങര വാർഡിൽ NDA സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. വലിയതറ വാർഡിൽ PL ബാബു
PL ബാബുവാണ് വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ എറണാകുളം കോർപ്പറേഷനിൽ 3 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുകയാണ്. എറണാകുളം കോർപ്പറേഷനിൽ 15 LDF-ന്റെ മുന്നേറ്റമാണ്. ഒപ്പം തൃപ്പൂണിത്തുറയിൽ BJP-യുടെ തരംഗ സാധ്യതയെന്ന് ജിജീഷ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാർഡുകളുടെ പരാജയം കൊണ്ട് മാത്രം BJP-ക്ക് ഭരണം നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റിയാണ് തൃപ്പൂണിത്തുറ എന്നത്. അവിടെ BJP ലീഡ് ചെയ്യുന്നു. ഒപ്പം കൊച്ചി കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ 3 സീറ്റുകളിൽ BJP, 13 LDF, 5 UDF എന്ന നിലയിലാണ്. ഒപ്പം അതേ 6 സ്ഥലത്തും ലീഡ് ചെയ്യുന്നുണ്ട്. മുനിസിപ്പാലിറ്റികളുടെ പൊതുചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ LDF 29 മുനിസിപ്പാലിറ്റികളിൽ, അതായത് നഗരസഭകളിൽ ആകത്തുക പരിശോധിക്കുകയാണെങ്കിൽ LDF-ന്റെ മുന്നേറ്റമാണ്. ഗൗതം, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF എവിടെ? ഈ സ്ഥിരം പരിപാടി 2020 എന്താണോ അവർ നടത്തിയത്, ഈ ഇന്ത്യ സഖ്യത്തിന്റെ അന്തർധാരകളുണ്ടല്ലോ, അത് തന്നെയാണോ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയത് എന്ന്. പക്ഷേ ആദ്യ ഫല സൂചനകൾ പുറത്തു വരുമ്പോൾ ആ ഒരു അന്തർധാര അതിജീവിക്കാൻ NDAക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴക്കൂട്ടം മേഖല അടക്കമാണ് ഇപ്പോൾ ആദ്യ റൗണ്ടിൽ എണ്ണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ മുന്നോട്ട് കുതിക്കാൻ NDAക്ക് കഴിയുന്നുണ്ട്. NDA മുന്നേറ്റം. UDF ഒരു വാർഡിൽ മാത്രമായി ഒതുങ്ങുകയാണ്. കഴിഞ്ഞ തവണ 10 വാർഡുകൾ ഉണ്ടായിരുന്നതാണ്. ഒരുപക്ഷെ ഇത്തവണ അതുപോലുമില്ല. അങ്ങനെയെങ്കിൽ ഈ ക്രോസ് വോട്ട് ചെയ്തത് ശബരിനാഥ് എവിടെ? അതെ. ശബരിനാഥ് നേമത്ത് വേർപ്പൊഴുക്കുകയായിരുന്നു K. മുരളീധരൻ. ഇവരൊക്കെ എവിടെ എന്നൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. കൽപ്പറ്റ നഗരസഭ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൽപ്പറ്റ നഗരസഭയിൽ വളരെ പ്രധാനപ്പെട്ട 5 സീറ്റുകൾ UDF-നും 3 സീറ്റുകൾ LDF-നും. ചരിത്രം പറഞ്ഞിരിക്കുകയാണ്. 2 ഇടങ്ങളിൽ കൽപ്പറ്റ നഗരസഭയിൽ താമര വിരിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് നഗരസഭയിൽ 5 BJP, 3 LDF, 2 UDF, മറ്റുള്ളവർ 3. അങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃപ്പൂണിത്തുറയിൽ BJP-യുടെ ഒരു തരംഗത്തിന് സാധ്യത എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ജിജീഷ് കരുണാകരൻ വിലയിരുത്തുന്നത്. ജിജീഷിലേക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അങ്ങനെ ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. തൃശ്ശൂർ കോർപ്പറേഷനിലെ നിലവിൽ LDF-ന് 8, UDF-ന് 14, UDF-ന് 14 തൃശ്ശൂർ കോർപ്പറേഷൻ. അതുകൂടി എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ തവണ ഒരു വിമതനെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ തന്നെ ഭരണം പിടിച്ച LDF-ന് എന്ത് പറ്റി തൃശ്ശൂരിൽ എന്നൊരു ചോദ്യമുണ്ട്. തൃശ്ശൂരിലെ BJP-യുടെ സിറ്റിംഗ് ഗ്രാമപഞ്ചായത്തുള്ള ആവനിശ്ശേരി, അവിടെ BJP ലീഡ് ചെയ്യുന്നുണ്ട്. BJP പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന വാർത്തകൾ തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരികയാണ്. ആവനിശ്ശേരി BJP-യുടെ ഒരു സിറ്റിംഗ്. പത്തനംതിട്ട ഗൗതത്തിന്റെ നാട് വീണ്ടും ജില്ലാ പഞ്ചായത്ത് കോഴഞ്ചേരി ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥി പ്രദീപ് അയിരൂർ. അദ്ദേഹം BJP-യുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. വളരെ മുതിർന്ന നേതാവാണ്. കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന്റെ ഗ്രാമപഞ്ചായത്തായിട്ടുള്ള അയിരൂരിൽ നിന്നും വിജയിച്ചിരുന്നു. അദ്ദേഹം അവിടെ മികച്ച പ്രവർത്തനം നടത്തിയതുകൊണ്ട് ഈ തവണ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് അദ്ദേഹത്തെ പാർട്ടി നിയോഗിക്കുകയായിരുന്നു. എന്തായാലും അയിരൂരാണ് അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെങ്ങന്നൂർ നഗരസഭ 6ാം വാർഡിൽ ഫലം വന്നപ്പോൾ 6 വാർഡുകൾ. വളരെ ശ്രദ്ധേയമായ ഒരു വാർത്ത. പത്തനംതിട്ട നഗരസഭയിൽ SDPIക്ക് 3 സീറ്റുകൾ നഷ്ടമായി. വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. കാരണം ഈ ഭീകര സംഘടനകളെ എന്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു എന്ന് പോലും സാധാരണക്കാർ ചോദിപ്പിക്കുന്നുണ്ട്. കാരണം അത്ര അപകടകാരിയായിട്ടുള്ള സംഘടനയാണ്. അതായത് മാത്രമല്ല ഈ LDF, CPM ഈ 5 വർഷം ഈ പത്തനംതിട്ട നഗരസഭ ഭരിച്ചത് ഈ ഭീകരന്മാരുടെ പിന്തുണയിലാണ്. ഇപ്പൊ ആ 3 സിറ്റിംഗ് സീറ്റാണ്. ഈ കൊലശേഖരപേട്ട എന്നൊക്കെ പറഞ്ഞ ഒരു മിനി പാകിസ്ഥാനാണ് പത്തനംതിട്ടയിലെ. അവിടുത്തെ 3 സീറ്റുകൾ നഷ്ടമായിരിക്കുകയാണ് SDPIക്ക്. സന്തോഷിക്കാം.